ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാനായി KS ഹംസയെ തെരഞ്ഞെടുത്തു. സാധാരണ കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ പൊതുരംഗത്ത് സജീവമായ ഹംസയുടെ പുതിയ ചുമതല തൃശൂർ ജില്ലയ്ക്കും വിശേഷിച്ച് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിനും വലിയ അഭിമാനമായി മാറിയിരിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ പാഞ്ഞാൾ തൊഴുപ്പാടത്തെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് രാഷ്ട്രീയത്തിൻ്റെ ഉന്നത ശ്രേണികളിലേക്ക് എത്തിയ വ്യക്തിത്വമാണ് KS ഹംസ. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് അംഗം, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അദ്ദേഹം പിന്നീട് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു. രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷം LDF സഹകരണത്തോടെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച അദ്ദേഹം നിലവിൽ CPMന്റെ സജീവ സാന്നിധ്യമാണ്. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ, ആറ്റൂർ അറഫ സ്കൂൾ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ വിദ്യാഭ്യാസ മേഖലയിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. വഖഫ് ബോർഡ് ചെയർമാൻ എന്ന വലിയ ഉത്തരവാദിത്തം വിശ്വസ്തയോടെയും കൃത്യതയോടെയും നിർവഹിക്കുമെന്ന് KS ഹംസ പറഞ്ഞു. വഖഫ് ബോർഡ് ചെയർമാൻഷിപ്പ് അപ്രതീക്ഷിതമായി തേടി വന്ന ഒരവസരമാണ്, ഒരു നിയോഗമാണ്. വല്ല മഹാരഥന്മാരായ ആളുകളൊക്കെ ഇരുന്നിരുന്നൊരു പോസ്റ്റാണ്, അറിയാമല്ലോ. കേരളത്തിൽ 50,000-50,000-ത്തിലധികം വഖഫ് പ്രോപ്പർട്ടികളുണ്ട്. കേരളത്തിൽ 37,000-40,000-ത്തോളം ഏക്കർ സ്ഥലങ്ങളുണ്ട്. അതിൽ പലതും നഗര പ്രോപ്പർട്ടികളാണ് പല വിഷയങ്ങളിലും. പിന്നെ മറ്റൊരവസ്ഥയുള്ളത്, കേരളത്തിൽ മുസ്ലിങ്ങളിൽ കുറേ അവാന്തര വിഭാഗങ്ങളുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും ചില വിഷയങ്ങളിലൊക്കെ ശാഖാപരമായ ഭിന്നതകൾ വെച്ച് പുലർത്തുന്നത് വഴി അവാന്തര വിഭാഗങ്ങൾ ധാരാളം നിലനിൽക്കുന്ന ഒരു സമുദായമാണ്. ഇവർക്കൊക്കെ വഖഫ് പ്രോപ്പർട്ടീസും ഉണ്ട്. മറ്റ് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ധാരാളം തർക്കങ്ങൾക്കും ഇവിടെ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, നിലനിന്ന് വരുന്നുണ്ട് കുറേ തർക്കങ്ങൾ. അപ്പോൾ തർക്കങ്ങളൊക്കെ അവസാനിപ്പിക്കുക, കമ്മിറ്റികൾ പല മേഖലയിലും പല വിഷയങ്ങളുമായി കിടക്കുന്ന തീരാത്ത തർക്കങ്ങൾ അത് അവസാനിപ്പിക്കുക, പുതിയ തർക്കങ്ങൾ വരാതെ സൂക്ഷിക്കുക, വരുന്ന തർക്കങ്ങൾ ഇതിപ്പോൾ നിലവിലുള്ള തർക്കങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് മാത്രമല്ല, നിരന്തരമായി പുതിയ അഭിപ്രായ ഭിന്നതകൾ കാരണം കൊണ്ട് തർക്കങ്ങൾ ഉത്ഭവിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയും കൂടിയാണ് ഈ മേഖല. മറ്റ് ഒരു കാര്യം, ഒരുപാട് വഖഫ് പ്രോപ്പർട്ടീസ് അന്യാധീനപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിനെ തിരിച്ചെടുക്കണം. വേറെ ചിലത് കൈവശക്കാരുടെ കയ്യിലുണ്ട്, നാമമാത്ര വാടകയുമായി നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന സമയത്താണ് ഒരു കരുത്തുറ്റ വഖഫ് ബോർഡ് ഉണ്ടാവുന്നത്. എന്തായിരുന്നാലും കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഐക്യത്തോടുകൂടി കൊണ്ടുപോകാനും മുസ്ലിംകളുടെ ഇടയിൽ ഐക്യമുണ്ടാക്കാനും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ സ്പർദ്ധ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടുകളിലൂടെ മുമ്പോട്ട് പോകേണ്ട ഒരു ചുമതലയാണ് വഖഫ് ബോർഡിലെ ചെയർമാൻഷിപ്പിൻ്റെ വഴി, ആ ബോർഡിനെ നയിക്കുക വഴി നമുക്ക് നിർവഹിക്കാനുള്ളത്.